കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കളക്ടറെ കാണാൻ വന്നപ്പോൾ ഇവർ താമസിക്കുന്ന മേഖല ഇതാണ് കേട്ടോ. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ദിവസം ഈ കുടുംബത്തെ നമ്മൾ പരിചയപ്പെട്ടതാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞാണ് ഈ വീട്ടിലേക്ക് ഞാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമസ്കാരമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നിങ്ങളെ പ്രേക്ഷകരെ കൂട്ടി പോകുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ 3 പെൺകുട്ടികളോടടങ്ങുന്ന ഒരമ്മയ്ക്കും രജനി, അമ്മയുടെ പേര് അമ്മയ്ക്കാണ്. നമുക്കെന്താ അസുഖം? ഹ്യൂമർ അസുഖമാണ്. അപ്പം നമുക്കെന്തുവാണ്? നരമ്പിൻ്റെ പ്രശ്നമുണ്ട്. ഈ 3 കുഞ്ഞുങ്ങളെയും വളർത്തി മുന്നോട്ട് പോകുന്നത് അവസ്ഥയാണ്. ജോലി മക്കളെ വളർത്തിയെടുക്കണം, ഈ രോഗിയായ അമ്മയും നോക്കണം, അച്ഛനെയും നോക്കണം. പിന്നെ എനിക്ക് ആഴ്ച പലിശയിൽ ഞാൻ പെട്ടുപോയി. ഇതിൽ നിന്ന് എനിക്ക് മോചനം വേണം. എനിക്ക് ജോലിയില്ലാതെ ഇവരെ ഞാൻ എങ്ങനെ വളർത്തിയെടുക്കും? കിടക്കാടവും ഇല്ല. എപ്പോ നമ്മളെ അവിടുന്ന് പുറമ്പോക്കി ഇറക്കി വിടുമെന്ന് അറിയത്തില്ല. ആ അവസ്ഥയിലാണ് ഞാൻ. എനിക്കിപ്പോ ജോലി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. എൻ്റെ അമ്മയെ നോക്കി ഇവനെ നോക്കി എനിക്കിപ്പം ഒന്നുമല്ലാത്ത അവസ്ഥ. ആത്മഹത്യ ചെയ്യുന്നതല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ കളക്ടറിൻ്റെ അടുത്ത് വരെ അപേക്ഷ കൊടുക്കാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ രാവിലെ 7 മണിക്ക് കളക്ടറെ കാണാൻ വന്നതാണ്. യുവശേഷത്തിന് മരണത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയനീയമായ അവസ്ഥയാണ്. ജീവിതത്തിൻ്റെ അവസ്ഥയെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവരെന്തിനു പഠിക്കുക? എവിടെ പഠിക്കുന്നത്? TKDM സ്കൂളിൽ. എവിടെ? TKDM സ്കൂളിൽ. ഉളിയക്കോവില് TKD സ്കൂളിൽ ഉളിയക്കോവില്. അപ്പോൾ അവിടെയാണ് പഠിക്കുന്നത്. കുഞ്ഞുങ്ങളെ 3 കുഞ്ഞുങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരേ സ്ഥലത്ത് കുഞ്ഞുങ്ങളെയും അമ്മയും കുടുംബവും ആത്മഹത്യ ചെയ്യുന്നത് നമ്മളെ കേരളത്തിൽ നടന്നു വരികയാണ്. വീണ്ടും നമ്മൾ ഇവർക്ക് അങ്ങനെ അവസരം ഒരുക്കി കൊടുക്കാതെ നമ്മളെ കേരളീയ മലയാളികളുടെ ശ്രദ്ധയ്ക്ക് ഇവരെയും കൂട്ടി പോവുകയാണ്. ഇവരുടെ ഒരുപാട് പ്രയാസങ്ങൾക്ക് ഇവർ കൊല്ലം ജില്ലാ കളക്ടറെ കാണാൻ രാവിലെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവർ വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ അന്നന്ന് കഴിയാൻ പോലും ഉപമാർഗമില്ലാതെ 3 പേരും രോഗികളാണ്. നമ്മൾ ഇത് ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രാജൻ എന്ന് പറഞ്ഞാൽ ഏത് സ്വദേശിയ സ്ഥലം? ഞാൻ ജനിച്ചതും പുള്ളിക്കട തന്നെ. പുള്ളിക്കട. നിങ്ങൾ അവിടുത്തെ നഗര അങ്ങനത്തെ? എൻ്റെ പുതുവേൽപുരയുടെ ശങ്കർ നഗർ പുതുവേൽപുരയുടെ വടക്കുംഭാഗം പുള്ളിക്കട. അമ്മയ്ക്ക് അമ്മയുടെ പേരെന്താണ്? അമ്മ ഏത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയൊക്കെ ചെയ്ത്? മെഡിക്കൽ കോളേജിലാണ്. പോവാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഇപ്പൊ ആശുപത്രിയിലൊന്നും പോകുന്നില്ല. വേദനയുടെ ഗുളിക മേടിച്ച് കഴിച്ചിരിക്കുവാണ്. കഴിച്ചിരിക്കുക. അല്ലാതെ ഇപ്പൊ എനിക്ക് നിവൃത്തിയില്ല അമ്മയെ ചികിത്സിക്കാനൊന്നും. ഇപ്പൊ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. അതും ഫ്രീ ആയിട്ടുള്ള സഹായം കൊണ്ടാണ് അമ്മയുടെ കണ്ണ് ഓപ്പറേഷൻ. അമ്മയുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞോ? ക്യാമ്പ് ഉണ്ടായിരുന്നു. വണ്ടിയും പിടിച്ച് തിരുനെൽവേലി ക്യാമ്പിൽ പോയി. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഇപ്പൊ ഇറങ്ങുന്ന സ്ഥിതിയായ? ഇറങ്ങണോ? ഇല്ല, ഞങ്ങള് റെയിൽവേ പോകുമ്പോ അതെപ്പോഴാണല്ലോ ഇറങ്ങാം അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ ലൈഫ് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൊടുത്തത്. അത് കരുനാപ്പള്ളിയാണ്. ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ട് ഇപ്പൊ 4 വർഷമായി. അയാൾ ഈ കുഞ്ഞുങ്ങളെ കാണാനോ വരത്തില്ല. അവര് ആ കുടുംബം പോലും വരത്തില്ല. ഞാൻ ആ വീട്ടിൽ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചതാണ്. എല്ലാം എന്നെ അവിടുന്ന് അടി മേടിച്ച് കേസ് വരെ 3 എണ്ണം ഞാൻ കൊടുത്തായിരുന്നു. ഒന്ന് ഞാൻ കമ്മീഷണറിന് കൊടുത്ത്, വനിതാ സെല്ലി കൊടുത്ത്, ഈസ്റ്റി കൊടുത്ത്. കേസിന്റെ കോപ്പിയും ഉണ്ട്. എന്റെ കൊങ്ങയ്ക്ക് പിടിച്ച എന്റെ അമ്മായിയപ്പനെ അടിക്കാനൊക്കെ വന്ന് അമ്മായിയപ്പനും കൂടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച് ഇടിക്കാനൊക്കെ വന്ന് എനിക്ക് ജയോപദ്രവം ചെയ്ത് അവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോന്ന് 4 വർഷമായി. 4 വർഷമായിട്ട് ഇതുവരെ ഈ കുഞ്ഞുങ്ങളെ കാണാനോ എടുക്കാനോ ആ തന്തയുടെ ആൾക്കാരോ വന്നിട്ടില്ല. എനിക്കൊന്നും തരണ്ട. എന്റെ മക്കൾക്ക് അവര് ചെലവും ഞങ്ങളും നോക്കണ്ട. അയാൾ അതുപോലും ചെയ്യുന്നില്ല. കരുനാപ്പള്ളിക്കാരൻ പറയുന്നു. തീർച്ചയായിട്ടും ഇവരുടെ കാര്യത്തിന് നമ്മൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇവരുടെ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുന്നു. അവരെ ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലത്തുനിന്നും KM മീഡിയയ്ക്ക് വേണ്ടി ശില്പി രാജേന്ദ്ര പ്രസാദ്.